നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. അതിക്രമിച്ച് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തിനെതിരായിട്ട് കോടതി ഉത്തരവുണ്ട്. ഇന്ന് നൽകുന്ന കേസ് നിലവിലുണ്ട്. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കെട്ടിടങ്ങളിലെ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതേ തുടർന്ന് LDF അംഗങ്ങളും വ്യാപാരികളും യാത്രക്കാരും പഞ്ചായത്തിനോട് നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഇതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിന്റെ സ്ഥലമല്ല, പഞ്ചായത്തിന്റെ വണ്ടിക്ക് ഇടുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ വണ്ടി എടുത്തത് മുമ്പും ഭരണസമിതിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അന്ന് വണ്ടി എടുക്കുന്ന എവിടെയാണ്? പഞ്ചായത്തിന്റെ വണ്ടി നാട്ടുകാരെ വണ്ടി വെക്കാൻ പാടില്ല, ശരിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പകരം സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ KSRTC സൗജന്യ യാത്ര കൊടുത്താൽ മാത്രം പോയത്. നാട്ടിൽ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 2-വീലറുമായിട്ട് വരുമ്പോൾ അവരുടെ ബൈക്ക് വെക്കാനുള്ള സംവിധാനം കൂടെ കൊടുക്കണം. അതും പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് സ്ത്രീകളാണ്, അവരുടെയും കൂടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. രാവിലെ കൊച്ചു കുട്ടികൾ രാവിലെ പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പഞ്ചായത്ത് പ്രമാണമായി ഞങ്ങളൊന്നും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഞങ്ങളെടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടില്ലേ? പൊതുജനങ്ങൾ എന്നോട് പറഞ്ഞത് നമ്മളും കൂടെ അറിഞ്ഞാണോ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമാണ്. സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് ശേഷം എഴുകോൺ പഞ്ചായത്ത് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ.